അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ്. അപ്പോൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നോക്കൂ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ. അപ്പോൾ പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും എല്ലാം നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് തട്ടേക്കാടാണ്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം ഏതു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? സലീം അലി പക്ഷി സങ്കേതം. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും തട്ടേക്കാടാണ്. ഇനി സലീം അലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ്. മാറിപ്പോവരുത്. അപ്പോൾ പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. കടലുണ്ടി, കടലുണ്ടി ഏത് ജില്ലയിലാണ്? കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ്. കടലുണ്ടി എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. എന്താണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ഇനി അരിപ്പ പക്ഷി സങ്കേതം, അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കൂ, ചൂലന്നൂർ പക്ഷി സങ്കേതം, ചൂലന്നൂർ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാണ്? ചൂലന്നൂരാണ്. മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. ഇനി പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. PSCയിൽ ചോദിക്കാറുണ്ട്. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. ഇനി മംഗളവനം, മംഗളവനം ഏത് ജില്ലയിലാണ്? മംഗളവനം എറണാകുളം ജില്ലയിലാണ്. മംഗളവനം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചാൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചാൽ മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഇനി കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. കോഡ് ഇതാണ്: കുമാരൻ സലീം, കുമാരൻ സലീം, കുമാരൻ സലീം, കടലിൽ അരിപ്പയിട്ടു, കടലിൽ അരിപ്പയിട്ടു, കുമാരൻ സലീം കടലിൽ അരിപ്പയിട്ടു. അപ്പൊ കുമാരൻ എന്നതിൽ നിന്ന് കുമരകം കണക്ട് ചെയ്യാലോ. കുമാരൻ സലീം. അപ്പോ തട്ടേക്കാട് പക്ഷി സങ്കേതം നമ്മൾ പറഞ്ഞു സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സലീം എന്നതിൽ നിന്ന് ഓർത്തിരുന്നൂടെ, തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പൊ കുമാരൻ സലീം കടലിൽ, കടലിൽ എന്നതിൽ നിന്ന് കടലുണ്ടി, കടലിൽ അരിപ്പയിട്ടു അല്ലെ. അരിപ്പ എന്നതിൽ നിന്ന് അരിപ്പ പക്ഷി സങ്കേതം കണക്ട് ചെയ്യാലോ. അപ്പൊ കുമാരൻ സലീം കടലിൽ അരിപ്പയിട്ടു. എന്നിട്ട് എന്തുണ്ടായി? ചൂലുപോൽ വാലുള്ള, ചൂലുപോൽ വാലുള്ള പക്ഷിയെ കിട്ടി. ചൂലുപോൽ വാലുള്ള പക്ഷിയെ കിട്ടി. പക്ഷിയെ എവിടെ വിട്ടു? വനത്തിൽ വിട്ടു. കിട്ടിയ പക്ഷിയെ വനത്തിൽ വിട്ടു. അപ്പൊ ചൂല് എന്നതിൽ നിന്ന് ചൂലന്നൂർ കണക്ട് ചെയ്യാലോ. പക്ഷി എന്നതിൽ നിന്ന് പക്ഷിപാതാളം കണക്ട് ചെയ്ത് വെക്കാം. വനം എന്നതിൽ നിന്ന് മംഗളവനവും കണക്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, കുമാരൻ സലീം
കടലിൽ അരിപ്പയിട്ടു ചൂലുപോൽ വാലുള്ള പക്ഷിയെ കിട്ടി, പക്ഷിയെ എവിടെ കൊണ്ടുവിട്ടു? വനത്തിൽ കൊണ്ടുവിട്ടു. ഇത്രയും ഓർത്തിരുന്നാൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ പഠിച്ചു പോവാലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. ചെറുത് ചോദിച്ചാൽ അത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഇനി ഇവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഓർത്തിരിക്കാനുള്ള കോഡ് പറയാം. അപ്പോൾ കുമരകം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുമാരൻ എന്നാണല്ലോ കണക്ട് ചെയ്തത്. അപ്പോൾ കുമാരൻ കോട്ടിട്ടു എന്നോർക്കാം. കുമാരൻ കോട്ടിട്ടു. കോട്ട് എന്നതിൽ നിന്ന് കോട്ടയം കണക്ട് ചെയ്യാലോ. ഇനി സലീം അലി പക്ഷി സങ്കേതം ഏതു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പോൾ കുളത്തിലെ തട്ടുകൾ എന്നോർക്കാം. കുളത്തിലെ തട്ടുകൾ. കുളത്തിലെ തട്ടുകൾ എന്നോർത്താൽ കുളത്തിലെ തട്ടുകൾ. കുളത്തിൽ നമുക്ക് എന്താണ്? സ്റ്റെപ്പുകൾ, തട്ട് തട്ടായി സ്റ്റെപ്പുകൾ കാണാം. അപ്പോൾ കുളത്തിൽ തട്ട് തട്ടായി സ്റ്റെപ്പ് ഉണ്ട്. തട്ട് എന്നതിൽ നിന്ന് തട്ടേക്കാട് കണക്ട് ചെയ്ത് പോവാം. കടലുണ്ടി മലപ്പുറം ജില്ലയിലാണ്. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ മലമുകളിലോട്ടൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി കയ്യിൽ കടല വെച്ചു എന്നോർക്കാം. മലമുകളിലോട്ടൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ കടല വെച്ചു. കടല എന്നതിൽ നിന്ന് കടലുണ്ടി കണക്ട് ചെയ്യാലോ. ഇനി അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ എവിടെ ഉണ്ടാവുക? പുരയിലാണ് അല്ലെ. പുരയിലാണ് അരിപ്പ ഉണ്ടാവുക. പുരയിലാണ്. അപ്പൊ പുര എന്നതിൽ നിന്ന് തിരുവനന്തപുരം കണക്ട് ചെയ്യാലോ. അരിപ്പ ഉണ്ടാവുക നമ്മുടെ വീട്ടിലെ പുരയിലെ അടുക്കളയിലാണല്ലോ. അപ്പൊ പുര എന്നതിൽ നിന്ന് തിരുവനന്തപുരം കണക്ട് ചെയ്ത് പോവാം. ഇനി ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ചൂലുണ്ടാക്കുന്നത് പാലമരത്തിൽ നിന്നാണ് എന്നോർക്കാം. പാലമരത്തിൽ നിന്ന് ചൂലുണ്ടാക്കുന്നു. അപ്പൊ ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളം എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പക്ഷിപ്പാതാളം. അപ്പോ എങ്ങനെ ഓർത്തിരിക്കാം? താളത്തിലാടി എന്നോർക്കാം. താളത്തിലാടി ആടി എന്നതിൽ നിന്ന് കണക്ട് ചെയ്തൂടെ? ജസ്റ്റ് ഒരു കണക്ഷൻ ഒക്കെ വെച്ചിട്ട്. വയനാട് പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ്. മംഗളവനം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. അപ്പോൾ മംഗള എങ്ങോട്ട് പോയി? കുളത്തിൽ പോയി എന്നോർക്കാം. മംഗള എവിടെ പോയി? കുളത്തിൽ പോയി. അപ്പോൾ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കുക കേട്ടോ. താങ്ക്